നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അനുമതിയില്ലാതെ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ച് സമൂഹ മാധ്യമങ്ങളോട് പ്രതികരിച്ചു എന്ന കാരണത്താൽ മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ ബി അശോകിനെതിരെ സർക്കാർ നടപടി സ്വീകരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞ കാര്യമാണ്. സൈനിക ക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ അശോകിനെ സസ്പെൻഡ് ചെയ്ത് ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അടുത്തിടെ പല മാധ്യമങ്ങളിലും സർക്കാർ നയങ്ങളെ വിമർശിക്കുന്ന തരത്തിലായിരുന്നു ബി അശോകിൻ്റെ സംസാരം. സർക്കാരിൻ്റെ മുൻകൂർ അനുമതി തേടാതെ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഇടപെട്ടുവെന്നും പ്രതികരിച്ചുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ എന്ന നടപടിയിലേക്ക് കടന്നത്. അശോകിന്റെ പ്രതികരണങ്ങൾ ചട്ടം 7(2) വിരുദ്ധമാണെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ചട്ടവിരുദ്ധമാണ് ഈ നടപടി എന്നാണ് ബി അശോകിന്റെ പ്രതികരണം. സർക്കാരിനെതിരെ എന്തുതരം പ്രസ്താവനയാണ് താൻ നടത്തിയതെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടില്ല. ഉത്തരവിന് നിയമപരമായി നിലനിൽപ്പുണ്ടെന്ന് കരുതുന്നില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. കാവൽ മന്ത്രിസഭയാണ് സംസ്ഥാനത്തിൽ നിലവിലുള്ളത്. കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രം അധികാര പരിധിയുള്ള സർക്കാർ 2 പേർ നൽകിയ സ്വകാര്യ പരാതി സ്വീകരിച്ച് പ്രതികാര നടപടി എന്ന തരത്തിൽ ഒരു പരിശോധനയും നടത്താതെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ നിയമപരമായ നടപടിയുമായി താനും മുന്നോട്ട് പോകുമെന്നും അശോക് പ്രതികരിച്ചിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തനിക്കെതിരായ നടപടിയിലും അതുപോലെ തന്നെ അത് എന്താണ് താൻ സ്വീകരിക്കാൻ പോകുന്ന മറ്റു കാര്യങ്ങൾ എന്നതടക്കമുള്ള പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. സസ്പെൻഷൻ പ്രതികാര നടപടിയാണെന്ന് തോന്നാൻ അദ്ദേഹത്തിന് ഒരു കാരണമുണ്ട്. കാരണം തനിക്കെതിരെ ഇലക്ഷൻ കമ്മീഷനെ കൊണ്ട് നടപടിയെടുപ്പിക്കാൻ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി മാർച്ച് മാസം മുതൽ ശ്രമിക്കുകയാണ് എന്ന് അദ്ദേഹം ആരോപിച്ചു. ഇതിൽ മാതൃകാ പെരുമാറ്റ ചട്ടത്തിൻ്റെ ലംഘനമില്ലെന്നും അച്ചടക്ക കാര്യങ്ങൾ സർക്കാർ തന്നെ നോക്കിയാൽ മതിയെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി നൽകുകയും ചെയ്തു. ആ സാഹചര്യത്തിലാണ് അദ്ദേഹം ഏപ്രിൽ അവസാനം ഈ സസ്പെൻഷൻ സാധിച്ചെടുത്തിരിക്കുന്നത്. വിരമിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും ഒരു ഏർപ്പാട് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിന് ഫലം കിട്ടിയതിന് അനുമോദനങ്ങൾ. പക്ഷേ സംഗതി അല്പ ആയുസ് മാത്രമേ ഉള്ളൂ. ജനുവരി 25 തൊട്ടും പ്രത്യേകിച്ച് 2026 ജനുവരിയിലും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ തുടർ ഭരണത്തിന് പരിശ്രമിക്കുന്നുണ്ട്. അതിനോട് സഹകരിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ ആ സമീപനത്തെ വിമർശിക്കുന്ന ഒരാൾ തുടർ ഭരണം ഫാസിസം സൃഷ്ടിച്ചേക്കാമെന്ന് ലേഖനം എഴുതുന്നത് അവർ 1.5 കൊല്ലമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന പണിയുടെ പുറത്ത് വെള്ളമൊഴിക്കുന്ന പോലെയാണ്. അതുകൊണ്ടാണ് താൻ പറഞ്ഞത് ഇത് തനിക്കെതിരെയുള്ള പ്രതികാരമാണ് എന്ന്. കതിനെയൊക്കെ ഒരുക്കി പൂരം നടത്താൻ അവർ വന്നിരിക്കുമ്പോൾ അതിനകത്ത് മഴ പെയ്ത പോലെ ആയില്ലേ അവർ തുടർ ഭരണത്തിനായി ശ്രമിക്കുമ്പോൾ, താൻ ഇത്തരത്തിൽ അവർക്കെതിരെ പ്രതികരിക്കുമ്പോൾ. അതുകൊണ്ടാണ് താൻ പറയുന്നത് ഇതൊരു പ്രതികാര നടപടിയാണ് എന്നത്. 4-ാം തീയതി തിരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിയുമ്പോൾ ഉത്തരവ് അപ്രത്യക്ഷമാകുമെന്നും അശോക് പ്രതീക്ഷ പ്രകടിപ്പിച്ചു. തുടർ ഭരണം വ്യക്തികളിലും കക്ഷികളിലും ഫാസിസ്റ്റ് മനോഭാവത്തിന് വഴിവെക്കുമെന്നും അതാണ് തനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള അനുഭവമെന്നും അത് എവിടെയും പ്രസക്തമല്ലേ എന്നും അദ്ദേഹം ചോദിക്കുന്നു. രാജ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരു കമ്പനിയിലോ ഒരു കുടുംബത്തിലോ പോലും അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. 2025 വിവരാവകാശ നിയമം പറയുന്നത് പ്രോ ആക്റ്റീവ് ഡിസ്ക്ലോഷർ വേണമെന്നാണ്. സർക്കാരിനെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും രേഖകളും പരസ്യപ്പെടുത്താനും വിവരങ്ങൾ പൗരന് കൊടുക്കാനും സർക്കാർ ഉദ്യോഗസ്ഥർ ബാധ്യതപ്പെട്ടവരാണ്. പക്ഷേ ചട്ടം 6 പറയുന്നത് സാഹിത്യപരമോ സാംസ്കാരികമോ ആയിട്ടുള്ള ഒരു പ്രസാധനം, സോഷ്യൽ മീഡിയ, ലേഖനം, സിനിമ എന്നിങ്ങനെ നടത്തുന്നതിന് മുൻകൂർ അനുമതി ആവശ്യമില്ല എന്നാണ്. സത്യപ്രസ്താവന നടത്തുന്നതിന് യാതൊരു പ്രയാസവുമില്ല. 10 കൊല്ലം ലോഡ് ഷെഡിംഗ് കേരളത്തിലില്ല എന്ന പരസ്യം തെറ്റാണെങ്കിൽ അത് പൊതു താല്പര്യത്തിനെതിരാണ്, ജനവഞ്ചനയാണ്. അപ്പോൾ ലോഡ് ഷെഡിങ്ങിൻ്റെ യഥാർത്ഥ വസ്തുത ഇതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് സർക്കാരിനെതിരെയായ പ്രസ്താവന എങ്ങനെയാണ് ആകുന്നത്? ആ പരസ്യം നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് പിടിക്കാൻ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകന് ഒരു പക്ഷേ തിരിച്ചടിയായി തോന്നാം, അല്ലാതെ സർക്കാരിനെതിരെയുള്ള പ്രസ്താവനയായി മാറുന്നില്ല എന്നും അശോക് വാദിക്കുന്നുണ്ട്. സർക്കാർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നത് അടിസ്ഥാനപരമായ കാര്യമാണ്. കേരള മുഖ്യമന്ത്രി അല്ല ധർമ്മടത്ത് മത്സരിക്കുന്നത്, പിണറായി വിജയനാണ്. കേരളത്തിൽ റേഷൻ മുടങ്ങിയിട്ടില്ലെന്ന് പിണറായി വിജയൻ ഹോർഡിങ്ങിൽ നിന്ന് പറഞ്ഞാൽ വോട്ടറായ എനിക്ക് പറയാം ഇന്ത്യയിൽ ഒരിടത്തും റേഷൻ മുടക്കാൻ ഒരു മുഖ്യമന്ത്രിക്കും സാധിക്കില്ലെന്ന്. കാരണം നിയമപ്രകാരം 35 കിലോ അരി അവകാശമായി ഇന്ത്യയിലെ എല്ലാ മുൻഗണനാ വീട്ടുകാർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ റേഷൻ മുടക്കിയില്ല എന്ന പ്രസ്താവനയ്ക്ക് ഒരു അടിസ്ഥാനവുമില്ല. നിങ്ങൾ എൻ്റെ കീഴുദ്യോഗസ്ഥനായതുകൊണ്ട് സത്യം പറയാൻ അവകാശമില്ല എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണെന്നും അശോക് വ്യക്തമാക്കി. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 അനുസരിച്ച് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സ്വന്തം ആശയങ്ങൾ ആവിഷ്കരിക്കാനുള്ള അവകാശമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഞങ്ങളുടെ സിവിൽ സർവീസ് ചട്ടത്തിൻ്റെ റൂൾ 7 സത്യത്തിൽ ആർട്ടിക്കിൾ 19-നെതിരാണ്. സർക്കാർ നയത്തെ വിമർശിക്കരുതെന്നാണ്. അത് പണ്ടുകാലത്ത് 1960കളിലോ മറ്റോ ഭരണഘടന ഗ്രഹിക്കാതെ ആരോ എഴുതി ചേർത്ത
ചേർത്തതാണ്. അതിനെതിരെ ഇപ്പോൾ 2 കേസുകൾ ഹൈക്കോടതിയിലുണ്ട്. പല കേസുകളും സുപ്രീം കോടതി വരെ പോവുകയും സുപ്രീം കോടതി അതിൽ റൂളിംഗ് കൊടുക്കുകയും ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും സംസ്ഥാന ഗവൺമെൻറ്റുകൾ പഠിക്കുന്നില്ല, അതാണ് പ്രശ്നം. ഇനി നിഷ്പക്ഷത. ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിക്ക് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് ഞാൻ ഔദ്യോഗിക പദവി ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിനെതിരായി യാതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ വീണ്ടും തുടർഭരണം നടത്തിക്കൊള്ളണമെന്നില്ല എന്ന് പറഞ്ഞത് സർക്കാരിനെതിരായിട്ടല്ല, തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന പാർട്ടിക്കെതിരായിട്ടല്ലേ. പാർട്ടിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി കൊടുക്കാം. പ്രസ്താവന മാതൃകാ പെരുമാറ്റച്ചട്ടത്തിനെതിരല്ലെന്നും അയാൾക്കത് പറയാനുള്ള അവകാശമുണ്ടെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെന്തിനാണ് തനിക്കെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചത്? പക്ഷെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത് സർക്കാർ തിരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കുകയാണെന്നാണ്. ചീഫ് സെക്രട്ടറി ധരിച്ചിരിക്കുന്നത് അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെന്നും മന്ത്രിമാരെ മുന്നണിയും ജയിപ്പിക്കേണ്ടത് കടമയാണെന്നുമാണ്. അത് തനിയെ മാറുന്ന തെറ്റിദ്ധാരണയാണെന്നും അശോക് വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ജനുവരി തൊട്ട് സർക്കാർ ഫണ്ടുകൾ വിനിയോഗിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന പരിപാടികൾക്കെതിരെ ഇലക്ഷൻ കമ്മീഷന് മുന്നിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ കേസുകൾ പോയതാണ്. 200-250 കോടിയോളം വരുന്ന സർക്കാർ ഫണ്ടുകൾ ഉപയോഗിച്ച് വോട്ട് ശേഖരിക്കാനുള്ള കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ നേട്ടങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ബജറ്റിൽ തുക വകയിരുത്തി പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് മുഖേന പരസ്യങ്ങൾ കൊടുക്കുന്ന പതിവുണ്ട്. പക്ഷേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തോറ്റതിന് ശേഷം ബജറ്റിൽ ഉൾപ്പെടുത്താതെ അധിക അലോട്ട്മെന്റ് നടത്തിയാണ് 200-ൽ പരം കോടി രൂപ ചെലവഴിച്ചിട്ടുള്ളത്. ഇൻഫർമേഷൻ വകുപ്പിന്റെ സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും ഒന്നും അറിയാതെ 200 കോടിയുടെ പരസ്യം സർക്കാർ കൊടുക്കുമോ? അവർ കുറഞ്ഞ പക്ഷം പത്രം വായിക്കുന്നില്ലേ? അതെല്ലാം പോട്ടെ, 2016 കേരളത്തിൽ ഒരു ഇരുണ്ട കാലമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ പത്രങ്ങളും പരസ്യം പുറപ്പെടുവിച്ചല്ലോ. 2016-ൽ ഈ ഒരു വകുപ്പ് സെക്രട്ടറിയായിരുന്ന ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി താൻ സേവനം അനുഷ്ഠിച്ചിരുന്ന ആ വകുപ്പിന്റെ പ്രകടനം ഒരു ഇരുണ്ട കാലമാണെന്ന് രാവിലെ പത്രം നിവർത്തി വായിച്ചില്ലേ? ഇങ്ങനെ ഒരു പരസ്യം കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാനും അന്നൊരു വകുപ്പ് സെക്രട്ടറി ആയിരുന്നല്ലോ എന്ന് അദ്ദേഹം ചിന്തിക്കാത്തത് എന്താ? അത് സർക്കാരിനെതിരായ പരസ്യമല്ലേ? അങ്ങനെ ഒരുപാട് വാദങ്ങൾ അശോക് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും നടപടി നേരിട്ടിരിക്കുകയാണ്. നടപടിക്ക് അല്പം ആയുസ് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഒരു ദിവസത്തെ കാത്തിരിപ്പാണ്. അതിനുശേഷം അറിയാം ഈ നടപടി തുടരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത. തൻ്റെ അനുഭവത്തിൽ പിണറായി വിജയൻ്റെ സർക്കാർ വലിയ പരാജയമാണെന്നും ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ അദ്ദേഹം താൻ ഏറ്റെടുത്ത ദൗത്യത്തിൽ സമ്പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുവെന്നും അശോക് അടിവരയിട്ട് പറയുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.